തത്തന്റെ എവിടെ? എടോ ഈ തത്തക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? നല്ല സൗന്ദര്യം ഇല്ലേ, നല്ല മുടിയില്ലേ, കണ്ണില്ലേ, മൂക്കില്ലേ, എല്ലാരും കൊതിപ്പിക്കുന്ന തത്തമ്മ ചുണ്ടില്ലേ. പിന്നെ എന്തിനാണോ താൻ എന്നെ കളഞ്ഞ്? പറ പറ പറ. ഇതെത്രാന്ന് പറ. ഇല്ലേ, ഒരു മിനിറ്റ്. 5 അല്ലേ? അപ്പൊ അതിന് തീരുമാനമായേ? എന്നെ കളിയാക്കണ്ട. തനിക്കൊരു കാര്യം അറിയോ? ഈ തത്തയ്ക്ക് വേണ്ടത് കിഷോറിനെയാ. തത്തക്ക് വേണ്ടത് പാലും പഴും. എടോ താനൊരു കാര്യം മനസ്സിലാക്കണം. തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പറ്റൂ? തന്തയില്ലാതെ ജീവിക്കാൻ? പറഞ്ഞാണ്ടിയുടെ ഫിഗറുള്ളവനെ തന്തയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നല്ല, ഈ തത്തയില്ലാതെ ജീവിക്കാൻ പറ്റുമോ തനിക്ക്? അങ്ങനെ 1000 മുള്ളുകൾ ചങ്കിൽ കുത്തി ഇറങ്ങുന്ന വേദനയിൽ ഞാൻ പറയട്ടെ എന്റെ പൊന്നു തത്തേ, എനിക്ക് എന്നെ വേണ്ട. എടോ തനിക്ക് എന്നെ വേണ്ടാത്തതിന്റെ കാരണം എന്താണോ അത് പറ. എനിക്ക് എന്റെ ഫാമിലി ഇഷ്ടമല്ല. How dare you talk like this? Shut up your mouth, look, stop sitting, not only but also vendor കുഞ്ഞിഷ്ണൻ കുട്ടറ എടവഴി. എടോ എനിക്ക് തന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയണോ തനിക്ക്? എന്തുവാ അത് നമ്മൾ ഈ മുറുക്ക് അടിക്കുമ്പോ ഒരു ഒച്ച ഉണ്ടല്ലോ, അതായിരുന്നോടോ എനിക്ക് തന്നോട്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് തനിക്ക് ഇവിടെ രാത്രി ഉണ്ടെങ്കിൽ അത് ഈ തത്തയ്ക്ക് പോയി കാണിക്കുമെന്ന് ഞാൻ പറയുന്നത്. എന്തുവാ എന്തൊരു വൃത്തികെട്ട പെണ്ണിത്. ഞാനോ ഭട്ടാരും കാണാതച്ചാരം താ. മച്ചാനെ വായൻ മച്ചാനെ വാ, മറ്റാരും കാണാതച്ചാരം താ. നെഞ്ചിൽ മാറത്താളം പഞ്ചബാണന്റെ മേളം, ആവാഹ സ്വാഹായ ജപിച്ചിടും കുട്ടുക്കുമായി വാവാ. വരം താത്ത ഇത് പൂജ മഹാരാജ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് നടക്കുള്ളൂ. എനിക്ക് അപ്പുറം പൊന്നെ കേട്ടാ? എന്താ പൊന്നെ? കേട്ടാ? അയ്യോ തത്തമ്പിളി. തത്തപ്പിളിയോ? തത്ത അമ്പിളി. അയ്യോ അവള് നിന്നെ കണ്ട ആകെ വിഷയാവും. എങ്ങോട്ട്? അലമാരിക്കകത്ത്. ഇവിടെ ഇത്രയും വലിയ കട്ടില് കിടക്കും. മര്യാദക്ക് അലമാരി കയറി. ഞാൻ വരൂല. എടി അലമാരി കയറാൻ. വരൂല. എടി വരാന്. വരൂല. എന്താ കാണിക്കുന്നേ? ലൂസിഫറിലെ ലാലട്ടെ എന്റെ പിള്ളേരാത്തോളൂ. ഏട്ടാ പാല്. ഓ ഒരു ആദ്യരാത്രി ആവുമ്പോ പാലൊക്കെ അനിവാര്യമാണല്ലോ അല്ലേ? ഈ മിഷന്റെ സ്വിച്ച് എവിടാ? ഈ മിഷന്റെ സ്വിച്ച് എവിടാന്ന് വീരാന്തി പോയനിപ്പ. ഓ എന്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഇനി നീ വായപ്പൊളിച്ചിരിക്കാൻ അവളെ എന്തുവാണ് ഈ പറയുന്നേ? എന്താ എന്തുവാ ഈ പറയുന്നേ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും പറയട്ടാ. നമ്മുടെ ജീവിതത്തെ പറ്റി ഞാനിനി എന്നാ തേങ്ങ പറയാനാ? മൊത്തം കൊഴഞ്ഞു പോയില്ലേ? ഞാനിനി എന്നാ പറയാനാ? ഓർത്തിട്ട് പിടിക്കാന്നല്ലാതെ ഇപ്പൊ എന്നെ പറയണ്ടേ? ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യ് അമ്പിളി, നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. നിനക്ക് പഴയ പാസ്റ്റ് കാണും, എനിക്ക് പഴയ പാസ്റ്റ് കാണും. അതൊക്കെ അമ്പിളി എന്നോട് തുറന്ന് തന്നെ
എനിക്ക് പറയാനുള്ളതെല്ലാം ഈ ബുക്കിലുണ്ട്. ഏറ്റവും സൗകര്യം പുരിന്ന് വായിച്ചോ. 800 പേജിന്റെ ഒറ്റ വരെ വെക്കാൻ മുഴുവൻ എഴുതിയേക്കുന്ന ഈശ്വര, അപ്പൊ കുറെ കാണുമല്ലോ ഇത്. മോളൂസിന് ഇവിടെ ചെവി കടിക്കുന്ന ഒരു ബഡ്സ് ഇല്ലടാ, ഒരു ബഡ്സ് ഇല്ലടാ ഈ വീട്ടില്. മോളൂസ് എന്തിയാടാ എന്നെ കാണിക്കുന്നത്? അത് പിന്നെ ചേട്ടാ, വീട്ടിൽ വെച്ച് എനിക്ക് ചെവി കടിക്കുമ്പോഴേ ഈ ട്രില്ലർ മെഷീൻ ഇട്ടിട്ട് സ്വിച്ച് അങ്ങ് ഓണാക്കും. അപ്പോ എന്റെ കടി അങ്ങ് മാറും. അയ്യോ, ഇതെന്തിനാ ഇത് ഈ കമ്പിപ്പാര? അതെനിക്ക് പുറത്തറിയണ്ടേ. ഈ കൈക്കെന്നെ പറ്റിയതാ? അത് പിന്നെ ചേട്ടാ, തേപ്പൊട്ടിക്ക് ചൂടുണ്ടോന്ന് അറിയാൻ വേണ്ടി ചുമ്മാ കയ്യിലൊന്ന് വെച്ച് നോക്കിയതാ. ചൂടുണ്ട്. കൊള്ളാല്ലേ? നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നീ അനുഭവിക്കടാ. നീ എന്നെ ഈ പരസ്പര ബന്ധം ഇല്ലാതൊക്കെ സംസാരിക്കുന്നേ? അത് പിന്നെ ചേട്ടാ, എനിക്ക് ഈ 5 മിനിറ്റ് കൂടുമ്പോഴേ എന്തുവാ ഓർമ്മ കുറയുന്ന എന്തോ ഒരു വലിയ രോഗമുണ്ട്. അതിനെന്തോ പറയുന്നത് ക്യാരക്ടർ ഡിസോർഡർ എന്നാണ് ആ ഡോക്ടറൊക്കെ പറയുന്ന പേര്. അപ്പൊ നീ ക്യാരക്ടർ മാറിക്കഴിഞ്ഞാ? അയ്യോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു കുസൃതികള്. എന്തോന്ന്? ചുമ്മാ കൊത്തിപ്പറക്കി നടക്കുന്ന കോഴിയുടെ മുണ്ടിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ഭഗവാന്, സിംഹം ഇല്ലേ, അതിന്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്താണെന്നറിയാവോ? അതിന്റെ താടി. അതിന്റെ താടി എനിക്ക് ട്രിം ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. എന്തുവാ? അതാണ് ഞാനും ആലോചിക്കുന്നത്. നീ പാട്ട് പഠിക്കാൻ പോയിട്ടില്ലേ? കാട്ടിലമ്മനെ പാട്ട് പഠിപ്പിച്ചത് ആരെന്നറിയാൻ വേണ്ടി ട്രെയിൻ പിടിച്ച് ഞാൻ കർണാടക വരെ പോയിട്ടുണ്ട്. സൈക്കോ! I am extremely psycho. എന്റെ പൊന്ന് സൈക്കോമച്ചി, എന്നെ ഒന്നും ചെയ്യരുത്. എനിക്ക് പൈൽസിന്റെ അസുഖമുള്ള. പൈൽസിന്റെ അസുഖമുണ്ടോ? ഇപ്പൊ ശരിയാക്കി തരാം. എനിക്കൊരു ഗുരുവില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ശ്വാസം പറഞ്ഞു പോയല്ലേ? ഓക്കെ. മരിച്ചാ ഇല്ലേ? ചേട്ടാ, എന്താ ഇത് പേടിച്ചിരിക്കുന്നേ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. ഇങ്ങ് വാ, ഇവിടെ ഇരിക്ക്. വാ വാ. വാടാ. ഏട്ടാ, ഏട്ടൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? സീരിയസ് ആണോ? അങ്ങനെയാണ്. ഞാൻ 7 വർഷം ഒരുത്തെ പ്രേമിച്ചിട്ടുണ്ട്. പക്ഷെ അവളെന്നെ തേച്ചിട്ട് പോയിടി. എന്തിന്? എടി, അവക്ക് ഞാൻ എന്റെ കഴുത്തി കിടന്ന സ്വർണ്ണമാല, വള, വാച്ച്, എന്റെ അരഞ്ഞാണം, ഫോണ് പോക്കിന് എന്റെ ഫോണിന്റെ മെമ്മറി കാർഡ് വരെ ഉരുക്കോണാണ് അവൾ എന്നെ തേച്ച് വേറെ എത്തിലൂടെ പോയത്. അപ്പൊ അവള് നിന്നെ കാമുകനായിട്ടല്ലടാ കണ്ടത്, പിന്നെ അവളുടെ അച്ഛനായിട്ട്. അതിനാ? അല്ലേ പിന്നെ നിന്റെ കയ്യിൽ നിന്ന് ശ്രീധനം വാങ്ങിച്ചോണ്ട് വല്ലവനം കെട്ടി പോവാടാ. എടാ, അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ മണ്ടൻ. അതെന്നാ ശബ്ദം? അതെന്നാ ശബ്ദം അത്? എവിടെ നോക്കിയേ? എന്റെ കൂടെ മനുഷ്യനെ എനിക്ക് മൂട്ട് കടിച്ചിട്ട് ചൊറിഞ്ഞിട്ട് പാടില്ലോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വീണ്ടും കേട്ടല്ലോ. ആണോ? അത് പിന്നെ ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ, ഞാൻ ഫീമെയിൽ സൗണ്ട് ചെയ്യും. ഒന്നൂടെ കാണിച്ചേ. എങ്ങനെ? ഒന്നൂടെ കാണിച്ചേ. ആണോ? രാത്രിയിലും മീൻകാരൻ. ഒന്നൂടെ. ഒന്നൂടെ. അത് കൊള്ളാലോ ചേട്ടാ. എടാ ചെറുക്കാ, എന്തോ എന്നാ പൂപ്പാ? ചുമ്മാ ഇരിയെടാ. ഏട്ടാ ഏട്ടാ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ടേ. എന്തുവാ? നല്ലൊരു സിനിമയിൽ അഭിനയിച്ച് നല്ലൊരു സിനിമ നടിയായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കണം. എന്തിനാണ് ഈ സിനിമ അഭിനയിച്ച കാശ് അങ്ങോട്ട് കൊടുക്കുന്നത്? സിനിമ അഭിനയിച്ച കാശ് ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? അങ്ങനെ കിട്ടുമോ? പിന്നെ കിട്ടുകയല്ലേ. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പ്രൊഡക്ഷൻ ഫുഡ് ഞാനാണ് അവിടെ പോയി കിടക്കുന്നത്. ശരിയാണല്ലേ? ശരിയാ. എന്താണ് ചുമ്മാ ഒരു രസം.